എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഇഷിത മാഷിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രിയാമണി മാഷും ആ കാഴ്ച കാണുന്നത്. മഹേഷിന്റെ കവിളിലെ പാട് പെട്ടെന്ന് പ്രിയാമണിയും മാഷും ചോദിച്ചു, എന്തു പറ്റിയതാ മോനെ, ഈ കവിളത്തെ ഈ പാട് എന്താന്ന് ചോദിക്കണം. ആ സമയം ഇഷിത കണ്ണും കൊണ്ട് കാണിച്ചു. ദേ പറയില്ല, എന്നെ നാറ്റിക്കില്ല എന്നുള്ള രീതിയിൽ കണ്ണും കൊണ്ട് കാണിക്കണം. അച്ഛനോടും അമ്മയോടും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറിച്ച് അവരെന്ത് വിചാരിക്കും? താൻ ഇത്രയ്ക്ക് വൃത്തികെട്ടവളാണോ സ്വന്തം ഭർത്താവിന്റെ കർണത്തെ തല്ലിയത്? അച്ഛനും അമ്മയും അറിഞ്ഞാൽ തന്നെ വഴക്ക് പറയുകയും ചെയ്യും. ആ സമയം മഹേഷ് ഇങ്ങനെ ഇഷിതനെ നോക്കുകയാണ്. പെട്ടെന്ന് മഹേഷ് പറഞ്ഞു, അതെന്താന്ന് അറിയത്തില്ലമ്മേ, എന്തോ അലർജിയാന്ന് തോന്നുന്നേന്ന് പറയണം. എന്നാൽ ഇതിപ്പോ അലർജി ഇങ്ങനെ വരുവോ? അടിയുടെ പാടുപോലെ. അല്ലേഷു, നീ ഡോക്ടറല്ലേ, നിനക്കിത് കണ്ടൊന്നും മനസ്സിലായില്ലേ? നീ മരുന്നൊന്നും കൊടുത്തില്ലെന്ന് ചോദിക്കാം. ഒരു ഓയിൽമെന്റ് പുരട്ടാൻ കൊടുത്തായിരുന്നു, പിന്നെ അല്ലാതെ ഒരു മെഡിസിനും കൊടുത്തായിരുന്നു പറയണം. മാഷ് ചോദിച്ചു, എന്നാലും ഇതെന്ത് അലർജിയാ, ഇത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് ചോദിക്കാം. പ്രിയാവിനോട് ഇനിയിപ്പോ എന്തേലും വല്ല കടിക്കോ എന്തേലും ചെയ്താണെന്ന് ചോദിക്കാം. അതറിയത്തില്ലമ്മേന്ന് പറയണം. ചൊറിഞ്ഞ് തടിച്ചിട്ട് അങ്ങനെ ആയതാന്ന് പറയാം. ഇഷതയ്ക്കാണെങ്കിൽ ആകെപ്പാടൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പിന്നീട് മഹേഷ് പറഞ്ഞു, എന്നാ ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ എന്ന് പറയണം. പെട്ടെന്ന് തന്നെ ഇഷ്ടത പറഞ്ഞു, അന്നമ്മേ ഞാനും കൂടെ പോയേക്കോ എന്ന് പറയണം. അത് കേട്ടതും പ്രിയാമണി പറഞ്ഞു, എന്നാ ശരി ആയിക്കോട്ടെ മോളെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേനും മാഷിനോട് പ്രിയാമണി പറഞ്ഞു, കണ്ടില്ലേ ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നുമല്ല, രണ്ടുപേരും തമ്മിൽ എന്തൊരു സ്നേഹമാന്ന്. പോകുന്ന സമയത്ത് മോളോട് യാത്ര പറയാൻ വന്ന് കണ്ടില്ല എന്ന് ചോദിക്കണം. അപ്പോഴേക്ക് സുയിത്ര വന്നിട്ട് പറഞ്ഞു, എനിക്കെന്തോ മഹേഷിന്റെ മുഖത്തെ ആ പാട് കണ്ടിട്ട് അത് അലർജിയാന്ന് തോന്നില്ലെന്ന് പറയാം. പിന്നെന്താ, അതെ ആരോ കർണത്ത് നല്ല ഓർണം പൊട്ടിച്ച പോലെ ഉണ്ട്. ഇനിയിപ്പോ ഇഷ്ടേച്ചി എങ്ങനെയും ആണോന്ന് ചോദിക്കാം. പിന്നെ അവളങ്ങി ഇഷ്യൂ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറയാം. പറയാൻ പറ്റില്ല, ഇന്നലത്തെ പ്രകടനം അങ്ങനെ അല്ലായിരുന്നോ? ഇനി എങ്ങനെ ഇന്നലത്തെ പ്രകടനത്തിന്റെ സമയത്ത് മഹേഷേട്ടൻ എങ്ങാനും അടി കിട്ടിയോ എന്നൊരു ചിന്ത വരികയാണ്. പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ പറയണ്ടല്ലേ എന്ന് ചോദിക്കാം. ആ സമയം ഇഷിതയും മഹേഷും കൂടെ ഇറങ്ങുവാണ്. പെട്ടെന്ന് ഇഷിത പറഞ്ഞു, അല്ല ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ഒരു പക്ഷേങ്കില് ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ എന്താ സംഭവിക്കുന്നത്? മഹേഷ് പറഞ്ഞു, പറയണെന്ന് ഞാൻ പിന്നെ ആലോചിച്ചതാ, പിന്നെ ഓർത്തു വേണ്ടാന്ന് വിചാരിച്ചു, ഇതിന്റെയൊക്കെ നന്ദി വേണമെന്ന് പറയാ. ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു, അതിന്റെ കാരണക്കാരി ഞാനല്ലല്ലോ, എനിക്ക് മഹേഷല്ലേ ആ വെള്ളം വന്നും പറഞ്ഞുകൊണ്ട് ആ മദ്യം എടുത്തു തന്നെ. അതിപ്പോ എനിക്കറിയായിരുന്നു അതിനകത്ത് കലക്കി വെച്ചിട്ടുണ്ടെന്ന്. അത് തന്നെയായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല. ഓഹോ, അപ്പൊ നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ അഹങ്കാരമായ, അന്ന് ഇപ്പൊ തന്നെ ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാന്ന് പറയണം. അയ്യോ ചതിക്കില്ല പറയല്ലെന്ന് പറയാ. അങ്ങനെ വഴിക്കുവാ, ഇനി എങ്ങാനും എന്നോട് എന്തെങ്കിലും പറഞ്ഞോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് ഈ കാര്യം പറയുമെന്ന് പറയാം. അത് കേട്ടപ്പോ ഇഷിത പറഞ്ഞു, അതിന് ഞാനെന്ത് പറഞ്ഞോണ്ട് വരാനാ, ഞാനൊന്നും പറഞ്ഞോണ്ട് വരുന്നില്ല എന്നൊക്കെ മഹേഷിനോട് പറഞ്ഞ് മഹേഷിനെ സോപ്പിടുവാണ്. അങ്ങനെ അവര് പോവാണ്. പിന്നീട് സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് മഞ്ജുമ വരുവാണ്. മഞ്ജുമ വന്നിട്ട് പറഞ്ഞു, അമ്മേ സൂക്ഷിക്കണം കേട്ടോ എന്ന് പറയണം. എന്ത് സൂക്ഷിക്കണമെന്നും, അവളെ കണ്ടില്ലേ, അവൾ ഇന്നലെ മദ്യം കുടിച്ചെന്ന് പറഞ്ഞോണ്ട് എന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കി, അമ്മയുടെ കർണത്തടിച്ചു. ഇങ്ങനെയാണെങ്കിൽ ഇത് ഇവള് ശീലമാക്കുമോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയണം. എന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, നമ്മളോടുള്ള വൈരാഗ്യം തീർക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗമല്ലേ അത്. ഇത് കേട്ടോണ്ട് രാമനാഥൻ പറഞ്ഞു, ദേ നിനക്കിട്ട് 2 കിട്ടിയാലും കുഴപ്പമില്ല, 2 അല്ല 4 കുറവുണ്ട്. നിന്റെ നാക്കും നിന്റെ മനസ്സും ഇതുപോലെയാ, അതുകൊണ്ട് നിനക്ക് ഇങ്ങനെയൊക്കെയെന്ന് പറയണം. എങ്ങനെയൊക്കെ? അല്ല നിനക്ക് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അറിയത്തുള്ളോ? അത് കേട്ടതും സ്വപ്നവല്ലി പറഞ്ഞു, അല്ല മഞ്ജുമ്മ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ? ഒരു തെറ്റും ഇല്ലേന്ന് ചോദിക്കാം. നീയല്ലേ എന്നെ കാരണക്കാരി, നീ എന്നത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടത് വെച്ചതും പോരാ, എന്നിട്ടിപ്പോ അവളെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക. അല്ല രാമ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ മദ്യപിച്ചിട്ട് രാമനെ ഇങ്ങനെ എടുത്തിട്ട് തല്ലാറുണ്ടോ? ഇല്ലല്ലോ. അതില്ല, പിന്നെന്തിനാ അവള് തല്ലിയെന്ന് ചോദിക്കാം. അത് പിന്നെ ഇഷിത കുറെ കുടിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നറിയാം. അതുകൊണ്ടൊന്നും അല്ല, ഇത് മനഃപൂർവ്വമാണെന്ന് അറിയാം. അതപ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു, മനഃപൂർവ്വമാണേ മനഃപൂർവ്വം. ഇനിയിപ്പം മിണ്ടായിരുന്നാ മതി. ഇനി എന്തേലും ഇങ്ങനെ കാണിച്ചാൽ മിക്കവാറും ഇനി അവള് ഒറിജിനലായിട്ട് വന്ന് കുടിച്ചിട്ട് നിന്നെയൊക്കെ അടിച്ചു പരത്തൂന്ന് പറയണം. അറിയാലോ, ഇന്നലെ കിട്ടിയ ചൂടൊന്നും മാറി കാണില്ലല്ലോ അല്ലേ എന്ന് പറയണം. അത് കേട്ടതും പിന്നെ ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു, വൈകുന്നേരമൊക്കെ ആവാറായ സമയത്ത് സുമിത്രയുടെ ഫോണിലേക്ക് വിനോദ് വിളിക്കുകയാണ്. വിനോദ് വിളിച്ച് സംസാരിക്കുന്ന ഇടയ്ക്ക് സുമിത്ര ചോദിച്ചു, അല്ല വിനോദ് ഇപ്പൊ എവിടെയാന്ന് ചോദിക്കാം. വിനോദ് പറഞ്ഞു, അതെ ഞാൻ ഒരാളെ കാണാൻ വേണ്ടി പോവാന്ന് പറയണം. ഒരാളെ കാണാൻ വേണ്ടിയാ? അതെ, ഒരാൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാന്ന് പറയണം. സർപ്രൈസോ? ഒന്നും മനസ്സിലായില്ലേ സുമിത്രയ്ക്ക്. സുമിത്ര പറഞ്ഞു, ഞാനേ തന്റെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടോ സുമിത്രയ്ക്ക് അത്ഭുതമായിരുന്നു. എന്റെ ഫ്ലാറ്റിലേക്കോ? അതെങ്ങനാ?
അതൊക്കെയുണ്ട്. താൻ കോള് കട്ട് ചെയ്തോ, ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയണം. സുമിത്രയ്ക്ക് എന്ത് ചെയ്യണം എന്നതിൽ ആകെപ്പാടൊരു വെപ്രാളോ ഏപ്പി. ഇനി എങ്ങനെ ഇവിടെ പരിചയപ്പെടുത്തും? ഒരു പക്ഷെ ഇഷ്ടതേച്ചിയാണെങ്കിൽ വിനോദ് പറഞ്ഞാൽ അറിയാം, പക്ഷെ വീട്ടിലാർക്കും അറിയില്ലോ, ഫ്രണ്ടെന്ന് മാത്രം അറിയത്തുള്ളൂ. പെട്ടെന്ന് തന്നെ സുമിത്ര പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും വിനോദ് അങ്ങോട്ടേക്ക് കയറുമെന്നു. വിനോദിനെ കണ്ട് സുമിത്ര ആഹാ കൊള്ളാലോ, അപ്പൊ വീടിന്റെ വാതിക്കൽ എത്തിയിട്ടാ വിളിച്ചല്ലേന്ന് ചോദിക്കണം. അതങ്ങനെയല്ലേ, സർപ്രൈസ് വരുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ കൊടുക്കണേന്ന് ചോദിക്കാം. വിനോദിനെ കൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും പ്രിയാമണിയും മാഷും അങ്ങോട്ട് വന്നു. പിന്നീട് പ്രിയാമണിയും മാഷിനോടും പറഞ്ഞു, വിനോദ് അറിയാലോ ഒന്ന് കല്യാണത്തിന് വന്ന്. ആ മനസ്സിലായെന്ന് പറയണം. അന്ന് കല്യാണത്തിന് വന്നപ്പോൾ വിനോദിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സുമിത്ര പറഞ്ഞു, എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചാന്നൊക്കെ പറയണം. പിന്നീട് അവരിങ്ങനെ സംസാരിക്കണം. ആ സമയത്ത് അവര് പ്രിയാമണിയൊക്കെ ചോദിച്ചു, മോന്റെ വീട് എവിടെയാ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ്. എല്ലാം കേട്ട് ഇപ്പൊ എല്ലാം കള്ളത്തരം തന്നെയാ പറയണേ, ഒറിജിനൽ ആയിട്ടുള്ള പറയാൻ പറ്റില്ലോ, അതുകൊണ്ട് കള്ളത്തരം തന്നെ പറഞ്ഞത്. പിന്നീട് പ്രിയാമണിയോട് ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. ആ സമയം സുമിത്ര പറഞ്ഞു, അല്ല ഞാൻ ഇവിടെയാന്നൊക്കെ എങ്ങനെ അറിയാവുന്നേ? പിന്നെ അതൊക്കെയാണ് എനിക്ക് അറിയാൻ വേണ്ടി ബുദ്ധിമുട്ട്, എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നൊക്കെ പറയണം. പിന്നീട് മാഷ് വിനോദിനോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് നേരം സംസാരിക്കുന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അതിനുശേഷം വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് കേട്ടത് സുമിത്ര പറഞ്ഞു, വെഡിങ് ആനിവേഴ്സറി ഒക്കെ നല്ല അടിച്ചു പൊളിച്ചെന്ന് പറയണം. അതിനുശേഷം ചായ കൊണ്ടുവന്ന് പ്രിയാമണി കൊടുക്കുകയാണ്. പിന്നീട് പ്രിയാമണി ചോദിച്ചു, അല്ല നിങ്ങൾ കോളേജിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ചോദിക്കുക. നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ചോദിച്ചാൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പറയണം. പിന്നീട് എന്താ വിനോദ് ഇവിടുന്ന് നേരെ ഡൽഹിക്ക് പോയെന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ ഞാൻ പഠിത്തത്തിൽ അത്ര വലിയ മിടുക്കനായതുകൊണ്ടാന്ന് പറയണം. പിന്നെ പാർട്ടി പ്രവർത്തനമായിട്ട് അങ്ങോട്ട് നടന്നെന്നൊക്കെ പറയണം. കുറെ സമയം കൂടെ സംസാരിച്ച് എന്നിട്ട് വിനോദ് പറഞ്ഞു, എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണം. അങ്ങനെ വിനോദ് അങ്ങോട്ട് പോയി. വിനോദ് പോയി കഴിഞ്ഞപ്പോൾ സുമിത്ര അടുത്ത് എന്നിട്ട് പ്രിയാമണി ചോദിച്ചു, അല്ല സത്യം പറ, എനിക്ക് ആ ഇരിപ്പും മട്ടും ഭാവങ്ങിട്ട് കണ്ടിട്ട് അത്ര പന്തിയായിട്ട് തോന്നില്ല. എന്ത്? അല്ല നീ അവനും തമ്മിലുള്ള സംസാരേ ഇനിയിപ്പോ ഫ്രണ്ട്സിനേക്കാൾ ഉപരി വേറെന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. ഇളയമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോണ് സുമിത്ര. ആ സമയം പ്രിയാമണി മാഷിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മാഷേ എനിക്ക് നല്ല സംശയമുണ്ട് സുജിയുടെ കാര്യത്തിൽ എന്ന് പറയാം. ഇത് കേട്ടതും മാഷും പറഞ്ഞു, എനിക്കും ഉണ്ടെന്ന് പറയണം. അല്ല അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് അന്വേഷിക്കണം. ഈ വിനോദ് ആരാ എന്താന്നൊക്കെ അറിയണ്ടേ, അവന്റെ കുടുംബം എന്നൊക്കെ അറിയണ്ടേ. ഇനിയിപ്പോ സുമിത്രയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അത് നോക്കുന്നതല്ലേ നല്ലത്. ഞാൻ നോക്കിയെടുത്തോളം വിനോദം എന്തുകൊണ്ട് നല്ല പയ്യനാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. പ്രിയാമണി പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമല്ലോ, അവന്റെ വീടും നാടും ഒക്കെ നമുക്ക് അന്വേഷിക്കേണ്ടെന്ന് ചോദിക്കണം. ആ സമയം വിനോദ് നേരെ പോയത് സ്വപ്നവലിയൊക്കെ കാണാനായിട്ടാണ്. അങ്ങനെ വിനോദ് കയറി ചെല്ലുമ്പോൾ സ്വപ്നവലിക്കൊക്കെ അത്ഭുതമായിരുന്നു. സ്വപ്നവലി രാമനാഥനും മഞ്ജുമേ ഉണ്ടായിരുന്നുള്ളൂ. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സ്വപ്നവലി ഓടി വന്ന് മോനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം. അല്ലടാ മോനെ, നീ എന്തോ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നേന്ന് ചോദിക്കാം. അത് പിന്നെ എനിക്കറിയാം ഈ സമയത്ത് ഇവിടെ ഏട്ടനില്ല എന്നുള്ള കാര്യം, അതുകൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിന് കയറി വന്നേന്ന് ചോദിക്കാം. സ്വപ്നവലി പറഞ്ഞു, ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരുമായിരുന്നെങ്കിൽ മോൻ ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കില്ലായിരുന്നു ചോദിക്കാം. അതിന്റെ കാര്യമൊന്നുമില്ലമ്മേ, എന്തിനാ? അതൊന്നും വേണ്ടാന്ന് പറയണം. മാഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മാഷ് പറഞ്ഞു, നിന്നെ കാണാത്തൊരു വിഷമം ഉണ്ടായിരുന്നു, എന്നാലും നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നില്ലോ എന്ന് പറയണം. അതിനുശേഷം ചിപ്പിമോളെക്കുറിച്ചും മഹേഷിനെ കുറിച്ചും ഇഷിതയെക്കുറിച്ചും എല്ലാം ചോദിക്കണം. സ്വപ്നവലി പറഞ്ഞു, അവളൊരു കേമിയ ആ ഇഷിത. എന്താമ്മ അങ്ങനെ പറഞ്ഞേ? അവളിവിടെ എന്തൊക്കെ പ്രകടനങ്ങൾ നടത്തുന്നതെന്നറിയാവോ? ഒന്നും പറയണ്ട മോനെ എന്നൊക്കെ പറയണം. പിന്നീട് തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറയണം. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അതിനിപ്പം ഏടത്തിയമ്മനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മയല്ലേ എൻ്റെ അടുത്ത് തെറ്റുകാരി, അമ്മയ്ക്ക് അങ്ങനെ ഒഴിച്ചു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കുക. ഏടത്തിയമ്മ പാവം അമ്മേ, അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ലാന്ന് പറയാം. അതേടാ ഇന്നലെ വന്ന അവളെക്കുറിച്ച് നിനക്കും ഇന്ന് വരെ നീ കണ്ടിട്ടും കൂടെ ഇല്ല, എന്നിട്ട് നിനക്കും ഭയങ്കര അഭിപ്രായമല്ലേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ ഞാൻ വേണ്ട ഒന്നും പറയണ്ടെന്ന് പറയണേ. മഞ്ജു പറഞ്ഞു, എനിക്ക് തോന്നേ അവൾ ഇഷിത ഇവനും എന്തോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നേ, അതുകൊണ്ടാണ് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് ഇവനും പറയണേന്ന് പറയണം. അപ്പോഴേക്കും സ്വപ്നവലി പോയി ചായയൊക്കെ എടുത്തോണ്ട് വരുവാണ്. അങ്ങനെ ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും വിനോദ് പറഞ്ഞു, ഇനി ഞാൻ നിൽക്കുന്നില്ല ഇറങ്ങുവാന്ന് പറയണേ. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഇറങ്ങി താഴേക്ക് വരുമ്പോഴത്തേനുമാണ് അവിടേക്ക് അവൾ വരുന്നേ, ഇഷിത വരുന്നേ. ഇഷിതയ്ക്ക് വിനോദ് കണ്ടപ്പോഴും മനസ്സിലായി. പിന്നീട് വിനോദ് സംസാരിക്കണല്ല, വിനോദ് എന്താ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, ഇവിടെയൊക്കെ ആകുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ രാഷ്ട്രീയ ഫ്രണ്ട്സൊക്കെ കാണുമല്ലോ, അപ്പൊ അങ്ങനെ കാണാൻ വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അതേന്ന് പറയണം. പിന്നെ ഇച്ചിരി സംസാരിച്ചിട്ട് ഇഷിത അങ്ങോട്ട് കയറി പോവാണ്. ആ സമയത്താണ് മഹേഷിന്റെ വരവ് അങ്ങോട്ട്. മഹേഷിനെ കണ്ടതും വിനോദിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. വിനോദ് ഒന്ന് പരിങ്ങണം. ആ സമയം മഹേഷ് വന്നിട്ട്, എന്താടാ നീ ഇവിടെ എന്താന്ന് ചോദിക്കണം.
അത് പിന്നെ ഏട്ടാ ഞാൻ ഏട്ടനോ ആരുടെ ഏട്ടൻ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൺമുന്നിൽ പോലും നിന്നെ കണ്ടേക്കരുതെന്ന്. പിന്നെ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേ? എനിക്കറിയാം നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അച്ഛനെയും അമ്മേനെയും കാണാനാന്ന് എനിക്ക് അറിയാന്ന് പറയാം. നിനക്ക് ഒരു തവണ ഞാൻ വാണ് തന്നാ എന്ന് പറയണം. അല്ല അത് പിന്നെ ഏട്ടാ നീ കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിനോദിനോട് ദേഷ്യപ്പെടുകയാണ് മഹേഷ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊന്നും അറിയത്തില്ല. ഒരു പക്ഷേങ്കില് മഹേഷിന്റെ മനസ്സിലെ വിനോദിനുള്ള ദേഷ്യമൊന്നും മാറുമോന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ എത്ര നാളെന്ന് വെച്ചാൽ അതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നേ. ഒരുപക്ഷെ ഇഷിത കണ്ടെത്തും സത്യങ്ങളൊക്കെ. മഹേഷിന്റെ അനിയനാണ് വിനോദം എന്നുള്ള കാര്യങ്ങളൊക്കെ അധികം വൈകാതെ ആ സത്യമൊക്കെ പുറത്തു വരാൻ പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.